ഇത് വണ്ടി 2011 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. നമ്മൾ മുമ്പുണ്ടായിരുന്ന 2 ടിയാഗോയും പോയി. അത് രണ്ടും പോയി. ഇത് അടുത്ത ഇത് ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ്. എർട്ടിഗയാണ് വണ്ടി. 2013 VDA ആണ്, ഡീസലാണ്. ഇതൊരു ഓഫർ പ്രൈസ് പോലെയാണ് ഈ വണ്ടി. ഓഫറാണ്. 2016 വണ്ടി ഇയോൺ. ഇത് വണ്ടി 2017 സിംഗിൾ ഓണർ, 30,000 കിലോമീറ്റർ. ഓൾട്ടോ ഇത് വണ്ടി 2009 വണ്ടിയാണ്. 2019 വണ്ടി, 2021 വണ്ടി, ഇത് 2021 വണ്ടി, 2022 വണ്ടി, 2019 വണ്ടി, 2014 വണ്ടി. ഓക്കെ, ഇത്രയും ഓൾട്ടോ കിടപ്പുണ്ട്. അതിന് പോയിട്ട് ഓരോ ഓട്ടോ കിടപ്പ് കളക്ഷൻ കിടപ്പുണ്ട്. അല്ല, വേറെ കിടപ്പ്. അടുത്ത വണ്ടി ബൊലേറോ. ഇത് വണ്ടി നമസ്കാരം, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് OLX കാർസിലാണ്, നമ്മുടെ ചിരിക്കോടിൻ്റെ അടുത്ത്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറേ ഓൾട്ടോ സ്പെഷ്യലാണ്. നമ്മൾ ഒരുപാട് ഓൾട്ടോ ഐറ്റങ്ങളുടെ കളക്ഷൻ തന്നെയുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ ഓട്ടോ ഐറ്റങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ വരെ തിരുവനന്തപുരം അമരവിള താന്നിമൂടാണ്. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു വീഡിയോസിന് വീട്ടിലേക്ക് കൂടെ ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിൽ വരും. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചിരിക്കോട്ടുന്നുണ്ട്. നിങ്ങളെ പലരും ചോദിച്ചിരുന്നു. നമ്മളിപ്പോൾ വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായില്ലേ? ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എടുത്താണ്, പിന്നെ എടുക്കാൻ പറ്റില്ല. കുറച്ച് ദിവസം സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ശരി. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വണ്ടികളുടെ പുതിയ കളക്ഷൻ, ഓൾട്ടോ കളക്ഷൻ ഉണ്ടല്ലോ. ഇഷ്ടം ഓൾട്ടോയുടെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതേപോലെ വേറെ വണ്ടികളുണ്ടല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ എല്ലാ വണ്ടികളും കാണിക്കുന്നില്ല. കുറേ വണ്ടികൾ, ഇഷ്ടംപോലെ വണ്ടികളുടെ കളക്ഷൻസ് ബാക്കിലുണ്ട്. ഉണ്ടല്ലേ? ശരി, ഓക്കെ. അപ്പോൾ നമ്മുടെ ലോൺ 2019 ലോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങളുടെ പലരും ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് വണ്ണം കുറച്ചെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് വണ്ണം കുറച്ചെന്ന് പറയാൻ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞു. കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം ഈ നോൺ വെജിറ്റേറിയൻസ് മാക്സിമം കുറച്ചു, പഞ്ചസാര ഐറ്റംസ് അങ്ങനെ കുറച്ചു. മാക്സിമം ഫ്രൂട്ട്സ് രാത്രിയും വൈകിട്ടും മാക്സിമം ഫ്രൂട്ട്സ്, അങ്ങനെ സാധനം മാക്സിമം ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് മാക്സിമം യൂസ്. പിന്നെ വെള്ളം, നല്ല ഒരുപാട് വെള്ളം കുടിച്ചു. ഓക്കെ, ശരി. അപ്പോൾ ഇതാണ് പുള്ളിയുടെ രഹസ്യം. ആരോ കുറേ പേര് കമന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം ഫസ്റ്റ് വണ്ടി ഒരു ഓഫർ പ്രൈസ് കൊടുക്കുന്ന വണ്ടിയാണല്ലേ? സെന്ന്. അപ്പൊ എങ്ങനെയാണ്? സെന്ന് 2001 മോഡല് വണ്ടി, ക്ലീൻ പീസ് ആണ്. വേറെ കമ്പൽസറി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒറിജിനൽ പെയിന്റ് തന്നെയാണ്. നല്ല ക്വാളിറ്റി വണ്ടി. ഓക്കെ, നമ്മള് മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ശരി. അപ്പൊ ഇപ്പൊ ഓഫറിൽ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം ജനുവരി ആയിട്ട് റോജൻ ബ്രോ ഓഫറിൽ വണ്ടി കൊടുക്കുകയാണ്. വണ്ടി കൊള്ളാലോ? നല്ല വണ്ടി. അല്ല, പക്ഷെ എല്ലാം വർക്കിംഗ് ആണ്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുമായിട്ട് പെയിന്റ് ഒറിജിനൽ പെയിന്റ്, അതാണ് പറയാം. നേരത്തെ കമ്പനി സർവീസ് ആയിരുന്ന വണ്ടിയാണ്. ആണല്ലേ? നിങ്ങളെ കിട്ടിയ ശേഷം പിന്നെ അത് മാറിയല്ലേ? അപ്പം എത്ര നാൾ കമ്പനി സർവീസ് ആയിരുന്നു, പിന്നെ അവരെ കിട്ടിയ ശേഷം കമ്പനി സർവീസ് ആയില്ല, അങ്ങനെയല്ലേ? പക്ഷെ അങ്ങനല്ല, വേറെ കമ്പനി സർവീസ് ആയിരുന്നു വണ്ടിയാ. തമാശ പറഞ്ഞാ കേട്ടാ. ഓക്കെ, കാരണം ഇവിടെ വണ്ടി ഓടുന്നു, ഇവിടെ കൊണ്ട് ഇട്ടേക്കല്ലേ, പിന്നെ സർവീസിന്റെ ആവശ്യം വരില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഓഫർ എത്ര രൂപ കൊടുക്കാം? നമ്മള് 55 രൂപ കൊടുക്കാം. 55,000 രൂപ കൊടുക്കാം. 2001 വണ്ടി. എത്ര പേപ്പർ വരും? പേപ്പർ ഡിസംബർ 2024 ഡിസംബർ ഉണ്ട്. വണ്ടി കണ്ടീഷൻ, വണ്ടി കുഴപ്പമില്ല, പക്ക നല്ല വണ്ടി, ക്ലീൻ വണ്ടി, പക്ക കണ്ടീഷൻ, അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാം, നല്ല ക്വാളിറ്റി ഉണ്ട്. ശരി, അടുത്ത വണ്ടി. അപ്പൊ അടുത്ത വണ്ടി ഓൾട്ടോ. അടുത്ത വണ്ടി ഓഫർ പ്രൈസ് ആണ്. ഓഫർ പ്രൈസ് ശരി പറ. 2006 വണ്ടി ഓൾട്ടോ LX ആണ്. AC വരുന്ന വണ്ടിയുടെ AC ഒക്കെ വർക്കിംഗ് ആണ്. വേറെ കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. 2026 വരെ പേപ്പറും ഉണ്ട്. 26 വരെ പേപ്പർ ഉണ്ട്. ഇത് നല്ല പെയിന്റ് കണ്ടീഷൻ, നീറ്റാണ്. LX ബോർഡ് ബാക്കിൽ കാണുന്നു ബാഡ്ജിങ്. ഓക്കെ, സീറ്റ് വർക്ക് പുതിയതാണല്ലേ? പുതിയ സീറ്റ്. AC എല്ലാം വർക്ക് ചെയ്യും? എല്ലാം വർക്ക് ചെയ്യും. മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. 2026 പേപ്പറും ഉണ്ട്. വണ്ടി ടയറും കണ്ടീഷനും കുഴപ്പമില്ല, വൃത്തിയുള്ള വണ്ടി, ഫാമിലിക്ക് അടുത്ത് ഉപയോഗിക്കും. അത്രയ്ക്ക് കൊടുക്കാം. അപ്പൊ ഓഫർ എന്ന് പറഞ്ഞിട്ട് ഫൈനൽ ലാസ്റ്റ് നമുക്ക് 85 രൂപ കൊടുക്കാം. 85 രൂപ. അതേപോലെ മാരുതി 800 പൈസ ആണല്ലോ. 2006 വണ്ടി 85,000. 2026 പേപ്പറിലെ ഓൾട്ടോ LX ആണ്. കണ്ടീഷൻ വണ്ടി ഒരു കുഴപ്പമില്ല. ശരി, അടുത്ത വണ്ടി ഇയോൺ. ഇത് വണ്ടി 2013 ഡിലൈറ്റ് പ്ലസ് ആണ്. 13 ഡിലൈറ്റ് പ്ലസ് AC പവർ സ്റ്റിയറിംഗ് വരുന്ന വേരിയന്റ്. 60,000 കിലോമീറ്റർ ആണ്. ബോഡിയിൽ ചെറിയ പാച്ച് വർക്ക്, ചെറിയ പാച്ച് വർക്ക് ഉണ്ട്. ഇങ്ങനെ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ ഗ്ലാസിന്റെ ബിൽഡിംഗ് സൈഡ് പറയണല്ലോ, ഇതുകൊണ്ട് പാർട്ടുണ്ട്. ഇവിടെ ഉള്ള ഈ ഒരു ഉണ്ടല്ലോ ഗ്ലാസിന്റെ ബിൽഡിംഗിൽ കാര്യമില്ല, ഇങ്ങനത്തെ ചെറിയ വർക്കുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരാൻ? അവിടെ മാത്രമാണ് പ്രശ്നം. ഇത് ഈ കടൽ കാറ്റിന്റെ തോന്നുന്നു, സംശയമുണ്ട്. കടലിൽ ചെയ്യുന്ന വണ്ടിയാണോ സംശയമുണ്ട്. അതിന്റെ ഉണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ ഈ പറഞ്ഞ പാർട്ട് പ്രശ്നമുണ്ട്. എഞ്ചിൻ ഭാഗമൊക്കെ കൊള്ളാമോ?
എഞ്ചിൻ ബാക്കി എല്ലാ സൈഡും വേറെ കുഴപ്പമില്ല, ഓടിക്കാൻ വേറെ കുഴപ്പമില്ല. 4 ടയർ പുതിയതാണ്, വേറെ കമ്പനീസ് ഒന്നുമില്ല. ഗ്രേഡ് പ്ലസ് ആകുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്. AC പവർ സ്റ്റിയറിംഗ് വണ്ടി. ഇത് കസ്റ്റമർ പാർഗൻസിലാണ്. ഓക്കെ, വണ്ടി കാണുന്ന ഒരു ആവറേജ് കണ്ടീഷനാണ്, പക്ഷെ ബാക്കി എഞ്ചിൻ ഭാഗം എഞ്ചിനും അല്ല സത്യം പറഞ്ഞാൽ വേറെ വിഷയമില്ല. പക്ഷേ ഞാൻ ഈ ചെറിയ പാച്ച് വർക്കിന്റെ ഒന്ന് ടച്ച് ചെയ്ത് പോളിഷ് എടുക്കേണ്ടി വരും. ടയർ 4 പുതിയതാണ്. ടയർ 4 പുതിയതാണ്. ഓട്ടിങ്ങനെ വേറെ കമ്പനീസ് കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ പാർട്ട് ഈ പെയിന്റിംഗ് ചെറിയ പ്രോബ്ലം, ചെറിയൊരു പർട്ടിക്കുലർ പാർട്ടിലാണ് ഇവിടെ ഈ ബീഡിങ്ങിന്റെ ഭാഗങ്ങളുണ്ട് ഉള്ള കാര്യം. നമുക്ക് കാരണം ആൾക്കാർ ദൂരെ നിന്നൊക്കെ വരികയാണെങ്കിൽ ഉള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് കണ്ടീഷൻ, എഞ്ചിൻ ഭാഗം. ബാക്കിയുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ പറഞ്ഞ പർട്ടിക്കുലർ പ്രശ്നം മാത്രമേ ഉള്ളൂ. ബാക്കി എഞ്ചിൻ ഭാഗമൊക്കെ നീറ്റാണ്. അപ്പൊ എത്ര കൊടുക്കാം? ഇത് കസ്റ്റമർ പറഞ്ഞ 1.65 പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും അതുകൊണ്ട് ലോണിന് നമുക്കൊരു 1.5 ലോണിന് കിട്ടും. ശരി, അടുത്ത ഇതൊരു ഓഫർ പ്രൈസ് പോലെയാണ് ഈ വണ്ടി. ഓഫറാണ്. 2016 വണ്ടി, RX ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി, വെറും 32,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ് വണ്ടി. റീപ്ലേസ്മെന്റ് ആക്സസ് ഒന്നുമില്ല. ടയർ കണ്ടീഷൻ കൊള്ളാലോ? ടയർ കണ്ടീഷൻ കൊള്ളാം. ഓക്കെ, ഇത് ഓട്ടോമാറ്റിക് ആണ് മാനുവൽ ആണോ? മാനുവൽ. മറ്റേ ഇതല്ലേ എണ്ണൂറ് അല്ലേ? 800 cc. ഓക്കെ, അതൊക്കെ നല്ല നീറ്റ് ആട്ടോ. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് വണ്ടി, ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. ഇതിന് 2 4 വരുമോ? ടൂഡർ വരും. ഇപ്പൊ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് 4 വന്നു തുടങ്ങിയത്. ഓക്കെ, അപ്പൊ കിഡ് 2016 RX ഓപ്ഷണൽ ഏറ്റവും ടോപ്പ് എൻഡ്. 32 കിലോമീറ്റർ. നമുക്ക് 2.45 കൊടുക്കാം. 2.45 ലോണും കയറും. ഫുൾ ലോണും കിട്ടും. പക്ഷേ സിവിൽ സ്കോർ പക്കായിരിക്കും. ഓക്കെ, ഓൾട്ടോ കേട്ടൻ. ഇത് വണ്ടി 2016 ഓൾട്ടോ കേട്ടൻ VXi ആണ്. സിംഗിൾ ഓണർഷിപ്പ്. 16 ഓൾട്ടോ കേട്ടൻ VXi 72 കിലോമീറ്റർ. 72 കിലോമീറ്റർ. ഷോറൂം സർവീസ് ആണോ പുറത്താണോ? നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, സർവീസ് കറക്റ്റ് അറിയില്ല, നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. ഷോറൂം ആവാൻ സാധ്യതയില്ല അല്ലേ? മിക്സ് ആയിരിക്കും, അറിയില്ല. ടയറും കൊള്ളാം, ടയറെല്ലാം കൊള്ളാം, നല്ല ടയർസ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. വണ്ടി വൃത്തിയുണ്ട്. വണ്ടി വൃത്തിയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഷോറൂം സർവീസിന്റെ പക്ക അല്ലാതെ കിലോമീറ്റർ കാര്യത്തിലും ഇത്ര ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്ക് ഉറപ്പില്ല, നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല, അത് അറിയില്ല. നോക്കിയിട്ട് കൃത്യമായിട്ട് എടുക്കുക, അത്ര കാര്യം പറയണമല്ലോ. ഇതിനെ കാണിക്കാൻ 78 കിലോമീറ്റർ കാണിക്കുന്നു. ഓക്കെ, ശരി. അപ്പം എത്ര കൊടുക്കുക ഈ വണ്ടി? നമ്മൾ പ്രതീക്ഷിക്കുന്നത് 2.95 പ്രതീക്ഷിക്കുന്നത്. 2.95 2016 വണ്ടി VXi. ഓക്കെ, ലോൺ എത്ര കയറും? ലോണ് 2.25 ലോൺ കയറും. ശരി, അടുത്ത വണ്ടി ബൊലേറോ. ഇത് വണ്ടി 2011 DI ടർബോ ആണ്. DI ടർബോ മോഡലാണ്. അത് അത്യാവശ്യം അറിയില്ല, നല്ല മാർക്കറ്റുള്ള സാധനം. 2011 DI ടർബോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. വണ്ടി കണ്ടീഷൻ ആണോ? വണ്ടി കണ്ടീഷൻ നല്ല വണ്ടി. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് ആണ്. AC എല്ലാം വർക്ക് ചെയ്യല്ലോ? എല്ലാം വർക്ക് ചെയ്യാം. ഓക്കെ, വണ്ടി ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ടല്ലേ? എഞ്ചിൻ ഭാഗമൊക്കെ നീറ്റ് ആണല്ലോ? ഇവിടെ കാണാം ബൊലേറോ DI ടർബോ അല്ലേ? ഓക്കെ, ഈ സീരീസ് കുറച്ച് ഡിമാൻഡുള്ള സീരീസ് ആണോ? ഡിമാൻഡുള്ള സീരീസ് വണ്ടി. വണ്ടി ആകെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, ഇന്ത്യയിലൊക്കെ നല്ല നീറ്റ് ആണ്. വേറെ പാച്ചർക്ക് വേറെ കാര്യങ്ങളൊന്നും വണ്ടി കൊള്ളാം. വണ്ടി അത്യാവശ്യം വൃത്തിയുടെ സൂക്ഷിച്ചുള്ളതാണ് അല്ലേ? അതെ, ഓണേഴ്സ് വണ്ടിയാണല്ലോ. അപ്പം ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞാണോ? ടെസ്റ്റ് സമയമല്ല, 11 ഓക്കെ. ശരിയാണ്, ഓർമ്മിച്ചില്ല. കാരണം ഈ പുതിയ നമ്മുടെ ഇന്ത്യൻ പേപ്പർ അടയ്ക്കുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, സോറി. അപ്പം എത്ര കൊടുക്കുക വണ്ടി? നമ്മൾ 370 പ്രതീക്ഷിക്കുന്നത്. 370 നെഗോഷ്യബിൾ ആണോ? ഓക്കെ, അപ്പൊ ഈ വണ്ടിക്ക് ഡിമാൻഡ് ഉള്ള വണ്ടിയാണോ? തീർച്ചയായിട്ടും. ഓക്കെ, ശരി. ലോൺ ആവശ്യം അത് ഉപയോഗിക്കുന്നവർക്ക് എന്റെ കാര്യം മനസ്സിലാവും. ഓക്കെ, ശരി. കോട്ടയം ഭാഗത്തൊക്കെ ആൾക്കാർക്ക് അവിടെ ഒരുപാട് ആൾക്കാർ നോക്കിയെടുക്കുന്ന സാധനം അതൊക്കെ. ഓക്കെ, അപ്പം ലോൺ എത്ര കയറും? മാക്സിമം ലോൺ ഒരു 3 രൂപ വരെ ലോൺ നോക്കാം. ശരി, അടുത്ത വണ്ടി റിഡ്സ്. ഇത് വണ്ടി 2009 ZXi ആണ്. 9 ZXi സെക്കൻഡ് ഓണർ. പിന്നെ 89 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. എല്ലാം കൊള്ളാം. വണ്ടി നല്ല നീറ്റ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്, കമ്പനി സർവീസ് തന്നെയാണ്. ഓക്കെ, ടോപ്പ് എൻഡ് വണ്ടി, അലോയ്സ് എല്ലാം വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ആക്സസറി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒരു ഗ്ലാസ് ഉണ്ട്, ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. റീപ്ലേസ് ആക്സിഡന്റ് ഒന്നുമല്ല, അല്ല മാറിയതാ, എന്താ വീഴുന്ന മാറിയതാണ്. ടാക്കോമീറ്റർ എല്ലാം വരുന്നുണ്ട്. എന്ന് എനിക്കറിഞ്ഞിട്ടുണ്ട്, ഈ പുതിയ ഗ്ലാസ് എല്ലാവരും വീണാക്കാണ് മാറുന്നത്. അവിടെ നില്ല ഗ്ലാസേ എല്ലാരും എന്താ വീണാക്കാണ് മാറുന്നത്, എന്താ എനിക്ക് അറിഞ്ഞത്. അത് ചോദിക്കണം.
നമ്മള് ഈ വണ്ടിക്ക് ഇല്ല ആൾക്കാരും പൊട്ടന്മാരല്ല തുറന്നു നോക്കുമ്പോ അറിയാം വീഴുന്ന മരമല്ല തട്ടി പറയാം. വെറുതെ പറയാം, നിങ്ങളുടെ തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ബാറ്റിംഗ് ഉള്ള കമ്പനി നിങ്ങളുടെ സംസാരിക്കുന്ന പറയാം. ഓക്കെ, എന്തായാലും ഇതിന് ആക്സിഡന്റ് ഹിസ്റ്ററി ഇല്ല, പക്ഷേ ക്ലാസ് റീപ്ലേസ് ആണ് അല്ലേ? വണ്ടി കണ്ടീഷൻ വേണ്ടി കുഴപ്പമൊന്നുമില്ല. എത്രയ്ക്ക് കൊടുക്കാം? 2.10 പ്രതീക്ഷിക്കുന്നത്. ആവശ്യമാണ്. മസിൽ വിട്ട് പറ. ഈ ലോൺ കയറുമല്ലോ ഇതിന്? 9 പാടാണ്. നമ്മളെ പ്രൈവറ്റ് ഫിനാൻസ് എന്തെങ്കിലും കിട്ടും? ശ്രീറാം ഫിനാൻസ് നോക്കാം. ശരി, അടുത്തോണ്ട് ഇയോണ്. ഇത് വണ്ടി 2012 ഡിലൈറ്റ് പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 44,000 കിലോമീറ്റർ. ഓക്കെ, ഇത് കമ്പനി സർവീസിനാണോ? നോ, ഇത് കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഏറയല്ലേ? ഡിലൈറ്റ് പ്ലസ് ആണല്ലേ? വണ്ടി ഇന്റീരിയലൊക്കെ നീറ്റ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇയാണാകുമ്പോൾ മൈലേജ് 18 അപ്പോൾ കിട്ടൂലേ? തീർച്ചയായിട്ടും. അപ്പം നമുക്ക് എത്ര കൊടുക്കാം ഇയോണ്? നമ്മള് 1.85 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. 1.85. വണ്ടി കണ്ടീഷൻ വേണ്ടി പക്കാണ്, നല്ല വണ്ടി. ക്വാളിറ്റി സ്പെയർ കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. വണ്ടിയുടെ ക്വാളിറ്റി അനുസരിച്ച് വില വ്യത്യാസം വരും സ്വാഭാവികം. ഇപ്പൊ ഞാൻ പോലെ ഇപ്പം ഇത് 2012 ഈ വില സിംഗിൾ 13 അവർക്ക് താത്തി കൊടുക്കാം. അതാണ് വണ്ടിയുടെ ക്വാളിറ്റി വ്യത്യാസം വരും. ശരി, അടുത്തുണ്ട്. ലോൺ എത്ര പറഞ്ഞില്ല? ലോൺ നമുക്കൊരു 30-40 ചെയ്യാൻ പറ്റും. ശരി. അടുത്ത വണ്ടി ഓൾട്ടോ. ഇത് വണ്ടി 2009 വണ്ടി, സെക്കൻഡ് ഓണർഷിപ്പ്, 78,000 കിലോമീറ്റർ ആണ്. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട്. പിന്നെ വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടി കൊള്ളാം, ക്വാളിറ്റി ഉണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. കംപ്ലൈൻസും കാര്യങ്ങളൊന്നുമില്ല. കമ്പനി സർവീസിനാണോ? സർവീസ് കൊള്ളാം. സർവീസ് വണ്ടിയാണ്, പക്ഷെ ബ്ലാക്ക് രസമുണ്ട് കാണാൻ. വണ്ടി ക്വാളിറ്റി ഉണ്ട്. വണ്ടി ഫ്രണ്ട് 2 ടയർ പുതിയതാണ്. ബാക്ക് ആവറേജ് ഉണ്ട്. വേറെ ചെയ്യേണ്ട വേറെ വർക്കും കാര്യങ്ങളൊന്നും വരുന്നില്ല. പെർഫെക്റ്റ് ആണല്ലോ അല്ലേ? ഷോറൂം സർവീസ് വണ്ടിയാണെങ്കിൽ മിക്കവാറും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. തീർച്ചയായും ഓടിക്കാൻ പക്ക. എത്ര കൊടുക്കാൻ വണ്ടി? നമുക്ക് 1.22 പ്രതീക്ഷിക്കുന്നത്. പിന്നെ നോക്കാം. ലോൺ കയറില്ല. ലോൺ കയറും. ശരി, അടുത്ത വണ്ടി നോക്കാം. അടുത്ത വണ്ടി ഇയോൺ. ഇത് വണ്ടി 2017 സിംഗിൾ ഓണർ, 30,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി പക്കയാണ്. ഷോറൂം സർവീസിന് ഇഷ്ടമുള്ളതാണ്. ഓക്കെ, നീറ്റാണല്ലേ? നീറ്റ് വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. ഷോറൂം സർവീസ് തന്നെയാണല്ലോ? ഓണർഷിപ്പ് എത്ര എന്ന് പറഞ്ഞേ? സിംഗിൾ ഓണർഷിപ്പ്. വണ്ടി നീറ്റാണ്. എത്ര കൊടുക്കാൻ വേണ്ടി? 2.85 പ്രതീക്ഷിക്കുന്നത്. 2.85. അപ്പൊ അടുത്ത വണ്ടി ഓൾട്ടോ. ഇത് വണ്ടി 2010 വണ്ടിയാണ്. സെക്കൻഡ് ഓണർഷിപ്പ്, 53,000 കിലോമീറ്റർ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ ഒരു ഇവിടെ ഗ്ലാസ്സിൽ ചെറിയൊരു പൊട്ടൽ അറിയില്ല. ലാസ്റ്റ് ഇവിടെ എഡ്ജിലായിട്ട് ചെറിയൊരു പൊട്ടൽ എന്തോ വീഴുന്ന പൊട്ടിട്ടുണ്ട്. ശരി, നോക്കട്ടെ. ഇപ്പൊ വണ്ടി ബോഡി ക്വാളിറ്റി ഒക്കെ നീറ്റ് ആണല്ലോ? വണ്ടി നീറ്റാണ്. LX അല്ലേ? കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ് ആണ്. കിലോമീറ്റർ എവിടെ ഒരു നൈസ് കാണാൻ പറ്റുമോ അറിയില്ല. ചെറിയൊരു വിഷയമല്ല. എന്നാലും പറയണല്ലോ, കാരണം ലോങ് ആൾക്കാർ വരുന്നല്ലേ. ആൾക്കാർ പേര് മാറ്റി വിളിക്കാൻ എല്ലാവരും പേര് മാറി വിളിച്ചാണ് കിടന്നത്. കാരണം നമ്മൾ നമ്മൾ മംഗാപുരത്തിന് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കുറഞ്ഞ ഒരു 50-60 രൂപ കുഞ്ഞു വണ്ടി എടുക്കാൻ അവിടുത്തെ ലോങ്ങിൽ വരണത്. അവരുടെ വിശ്വസിച്ച് വരുമ്പോഴേ നമ്മളത് തീർച്ചയായിട്ടും പറയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ പേര് മാറ്റി വിളിപ്പിക്കരുതെന്ന്. ഓക്കെ, അപ്പൊ എത്ര കൊടുക്കാൻ വേണ്ടി? 1.57 പ്രതീക്ഷിക്കുന്നത്. 1.55. ലോൺ കയറോ? ഇല്ലല്ലോ. ലോൺ ഒരു വർഷം ചെയ്യാം. ശരി, അടുത്തോണ്ട്. അപ്പൊ എത്ര എമൗണ്ട് എത്ര കയറും? 1 രൂപ. ശരി. ഇത് വണ്ടി 2018-19 രജിസ്ട്രേഷൻ ആണ്. 18 സിംഗിൾ ഓണർ, 30,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കമ്പനി സർവീസ്. നല്ല ക്വാളിറ്റി വണ്ടി. ടയർ കണ്ടീഷൻ ആവറേജ് ഉണ്ടല്ലേ? ഫ്രണ്ട് പുത്തൻ ടയർ. ചോദിക്കാനല്ല, വണ്ടിയിൽ നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളും പറഞ്ഞല്ലോ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, തീർച്ചയായും. സീറ്റ് ചെയ്തിട്ടുണ്ട്.
മാരുതിയുടെ ഒറിജിനൽ സീറ്റ് ആണോ അല്ലേ? ആ ഒരു മാരുതി. ഓക്കെ. വണ്ടി ബാക്കി എല്ലാം വർക്കിംഗ് ആണോ? എല്ലാവർക്കും ഒരു കമ്പൽസും ഇല്ല, പക്ക. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം? നമ്മൾ 2.90 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര കയറും? ലോൺ നമുക്ക് 2.5 രൂപ ചെയ്യാം, 2.60 വരെ ചെയ്യാം. ശരി, അടുത്ത വണ്ടി എർട്ടിഗയാണ്. വണ്ടി 2013 VDA ആണ്, ഡീസലാണ്, 73,000 കിലോമീറ്റർ. പിന്നെ വേറെ ആക്സിഡന്റ് റിപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കൊള്ളാം, ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം നമ്മളെ ഒരു ബഡ്ജറ്റ് നമ്മളെ 7 സീറ്റ് വണ്ടിയാണ്. ഡീസലാകുമ്പോൾ മൈലേജ് എത്ര കിട്ടും? മൈലേജ് ഉണ്ട്, 18 സുഖമായിട്ട് കിട്ടും മൈലേജ്. ഇത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 73. ഓക്കെ. കമ്പനി സർവീസിനാണ്? കമ്പനി സർവീസ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഇല്ല, ഒന്നുമില്ല. ഓക്കെ. ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ഫുൾ കമ്പനി സ്റ്റോക്ക് കണ്ടീഷൻ. ഓക്കെ. എത്ര കൊടുക്കാം നമുക്ക് ഈ വണ്ടി? നമുക്ക് 4.90 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ശരി, അടുത്ത വണ്ടി ലോൺ ലോൺ നോക്കാം, 4.5 രൂപ ലോൺ നോക്കാം. ശരി, അടുത്ത വണ്ടി അടുത്ത വണ്ടി ടാറ്റ ടിയാഗോ. നമ്മൾ മുമ്പുണ്ടായിരുന്ന 2 ടിയാഗോയും പോയി. അത് രണ്ടും പോയി. അടുത്ത വണ്ടി വന്നതാണ്. ഇത് ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ്. വണ്ടിയാണ്. അതെങ്ങനെ ഡീറ്റെയിൽസ്? ഇത് വണ്ടി 2020 11 മാസം വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്, വെറും 15,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 15,000 കിലോമീറ്റർ. വെറും 15,000 കിലോമീറ്റർ. നമ്മൾ അന്ന് നടന്ന വണ്ടി 2022 വണ്ടിയായിരുന്നു അല്ലേ? 22, 19 ഉണ്ടായിരുന്നു. ഇത് 20 വണ്ടി. ഇത് 20 വണ്ടി. 20 മാസം. ഓക്കെ. വണ്ടി നീറ്റ് ആണല്ലോ? നീറ്റ് ക്വാളിറ്റി, ന്യൂ ഷേപ്പ് ആണ്. ന്യൂ ഷേപ്പ് ആണ്. അപ്പോൾ വേരിയന്റ് ഏതാണ്? തേർഡ് വേരിയന്റ് ആണ്. തേർഡ് വേരിയന്റ് ആണല്ലേ? ഇതിൽ 2 ഡോർ പവറിന്റെ ആയിരുന്നു. 2 ഡോർ പവറിന്റെ AC പവർ സ്റ്റിയറിംഗ് വരുന്നില്ല. ബേസിന്റെ തൊട്ട് മുകളിലാണ് തോന്നുന്നു അല്ലേ? അതെ. ഓക്കെ. അലൈസ് ഒന്നും വരുന്നില്ല. ടയർ കണ്ടീഷൻ എല്ലാം കൊള്ളാം. എത്ര കൊടുക്കുക വണ്ടി? നമ്മള് 4.90 പ്രതീക്ഷിക്കുന്നത്. നെഗോഷ്യബിൾ ആണ്. ലോൺ എത്ര കയറും ഇപ്പോൾ? ലോൺ നമുക്കൊരു 4.4 പ്രതീക്ഷിക്കും. ശരി, അടുത്ത വണ്ടി അപ്പോൾ അടുത്ത വണ്ടി ഞാനോ? ഇത് വണ്ടി 2011 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്, 26,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. ഒറ്റ അറസി കൊണ്ട് കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസ് ആണോ? ഓക്കെ. ടയർ അല്പം മോശമാണ്, ബാക്കിലെ ഫ്രണ്ട് കുഴപ്പമില്ല. AC ആണ്, എല്ലാം വർക്കിംഗ് ആണ്. എല്ലാം വർക്ക് ചെയ്യും. ബോഡിയൊക്കെ നീറ്റ് ആണല്ലേ? ബോഡി റണ്ണിങ്ങിനും പക്കയാണ്. ഏതാ? റണ്ണിങ്ങും പക്കയാണ്. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ പക്കയാണ്. ഇത്ര ബോഡി ജെന്യൂൻ കിലോമീറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കണ്ടീഷൻ ആയിരിക്കുമല്ലോ. AC എല്ലാം വർക്ക് ചെയ്യുമല്ലോ? എല്ലാം വർക്കിംഗ് ആണ്. ഓക്കെ. അപ്പം എത്ര കൊടുക്കാം? 82 പ്രതീക്ഷിക്കുന്നത്. ഇത് വില ശകലം കുറച്ച് കൂടുതലാണ്. നല്ല കസ്റ്റമർ പാർക്കൻസിലാണ് വണ്ടി. ഇല്ല, വണ്ടിയാണ്, ക്വാളിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് വില ചോദിക്കുന്നത്. ഒരു 10 വണ്ടിക്ക് ചോദിക്കുന്നത് 60,000 രൂപ ചോദിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോഴെങ്കിൽ ഇതല്ല. അങ്ങനെയല്ല, നിങ്ങളുടെ വണ്ടി അല്ലേ സത്യം പറഞ്ഞു? നമ്മളാണ് കസ്റ്റമർ പാർക്കൻസിലാണ്. അവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും പറയാൻ പറ്റൂല. വണ്ടി ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറയേ, വണ്ടി ലോ കിലോമീറ്റർ ആണ്. കിലോമീറ്റർ കുറഞ്ഞ വണ്ടി കിട്ടാൻ പാടാണ്. നല്ല കമ്പനി സർവീസ്, ഒറ്റ അറസി കൊണ്ടാണ്. അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റൂല. ക്വാളിറ്റി വില ഉണ്ട്. ശരി, ആയിക്കോട്ടെ. റോജിം ബ്രോ, തൽക്കാലം വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. റോജിം ബ്രോക്ക് എമർജൻസി സ്ഥലത്ത് പോയാലും നമുക്ക് അല്ലെങ്കിൽ ഇത്രയും വണ്ടി കാണിക്കായിരുന്നു. പെട്ടെന്ന് ഓടിച്ചു പറയാം. ഇത് വണ്ടി 2019 വണ്ടി, 2021 വണ്ടി, ഇത് 2021 വണ്ടി, 2022 വണ്ടി, 2019 വണ്ടി, 2014 വണ്ടി. ഓക്കെ. ഇത്രയും ഓട്ടോ കിടപ്പുണ്ട്. അതിന് പോയിട്ട് വേറെ ഓട്ടോ കളക്ഷൻ കിടപ്പുണ്ട്. പോയില്ലേ അടുത്ത വീഡിയോ കാണിക്കാം. ഓക്കെ, ശരി. അപ്പം അടുത്ത വീഡിയോ കാണാം.